പുഞ്ചിരിച്ചിരിക്കുന്ന ഭഗവാന്റെ ആ രൂപം കാണുമ്പോൾ സത്യത്തിൽ എത്ര വലിയ വിഷമം കൊണ്ട് നമ്മൾ പോയാലും ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ എത്ര ചൈതന്യമാണ്. ഇവിടെ പൂജിക്കുന്ന ആ ആചാര്യൻ്റെ, പൂജാരിയുടെയും ക്ഷേത്രത്തിലെ തന്ത്രിയുടെയും ഒക്കെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. കാരണം ഭഗവാനെ ഇതുപോലെ ചൈതന്യത്തോടെ നിലനിർത്താൻ ഈ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ അവർക്ക് സാധിക്കുന്നത് തന്നെ അവർ മുജ്ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം തന്നെയാണ്. അതുകൊണ്ട് തുടർന്നും ഇനിയും 100-ലേറെ ഭാഗവത പാരായണങ്ങൾ കേൾക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ. ഒരു വർഷം പോലും മുടങ്ങാതെ തുടർച്ചയായി ഈ സപ്താഹം ഇത് കേട്ട് മോക്ഷത്തെക്കുറിച്ച് ജനത്തെ ബോധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് കേട്ടു. അഗ്നി സ്വരൂപനായ ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞ ഈ മനോഹരമായ ക്ഷേത്രാങ്കണം അർജുനനെയും അതുപോലെ നിരവധി പുണ്യാത്മാക്കളുമൊക്കെ പാദസ്പർശം ചെയ്ത ഒരു പുണ്യഭൂമി. അവിടെ ദ്വാപരയുഗത്തിൽ ഇങ്ങനെയൊരു പ്രതിഷ്ഠ, അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ നടന്ന, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ഒരു പ്രതിഷ്ഠ അതിതുപോലെ മനോഹരമായി സൂക്ഷിക്കുവാൻ കഴിയുന്നത് തന്നെ ഭഗവാന്റെ ചൈതന്യത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ ഭഗവാന്റെ തന്നെ സ്വരൂപമായ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആനക്കുട്ടിലോട് ചേർന്ന് നിന്ന് അവിടെ ഗുരുവായൂരപ്പനെ നിത്യവും കണ്ടും തൊഴുതും പ്രാർത്ഥിച്ചും കീർത്തനങ്ങളൊക്കെ ചൊല്ലിയും ജീവിക്കുന്ന നമ്മുടെ ഒരു ആചാര്യൻ ഇവിടെ ഉണ്ട്, ഈ സപ്താഹ വേദിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സ്നേഹത്തെ ഒന്ന് മറ്റ് സ്ഥലങ്ങളിൽ പോയി മനസ്സിലാക്കാൻ എനിക്ക് കിട്ടിയ ഈ ഒരു അവസരത്തെ ഞാൻ വിനിയോഗിക്കുകയാണ്. 1-2 ചെറിയ നിസ്സാരമായ വിഷയങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഭാഗവതത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഈശ്വര കടാക്ഷത്തെക്കുറിച്ചോ ഒന്നും നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അണ്ണാൻ കുഞ്ഞുങ്ങളെ മരങ്കറ്റം പഠിപ്പിക്കാൻ പോകുന്നത് അബദ്ധമാണ്. ഇത്രയേറെ സപ്താഹം കേട്ട് എന്താണ് മോക്ഷം, എവിടെ നിന്നാണ് ധർമ്മം ആരംഭിക്കുന്നത്, സുഹൃതം ലഭിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം രീതിയിലാണ് നമ്മളുടെ ജീവിത മാർഗത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നെല്ലാം കഴിഞ്ഞ 31 വർഷമായി നിങ്ങൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുക. എങ്കിലും അതിൽ ചില വിഷയങ്ങളെ ഈ ആനുകാലിക കാലഘട്ടവുമായി ചേർത്തുകൊണ്ട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭാരതം മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും വളരെ ഭീതിയോടെ കൊണ്ടുപോയ ഒന്നാണ് കോവിഡ് എന്ന മഹാമാരി. ക്ഷേത്രങ്ങൾ അടഞ്ഞു കിടന്നു. ക്രൈസ്തവ സഹോദരങ്ങളുടെയും ഇസ്ലാമിക സഹോദരങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനാലയങ്ങൾ അടഞ്ഞു കിടന്നു. കുട്ടികൾ പഠിക്കേണ്ട ദേവാലയ തുല്യമായ വിദ്യാലയങ്ങൾ അടഞ്ഞു കിടന്നു. എന്തിന് ആതുരാലയങ്ങൾ പോലും കൂട്ടിയിടേണ്ട സാഹചര്യം വന്നു. ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ജീവൻ നഷ്ടപ്പെട്ടു. തിരിച്ചു വരവിൻ്റെ ഒരു വലിയ ചൈതന്യം നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് കൂടുതൽ ഭക്തിയോടുകൂടി ഈശ്വരനെ വിളിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളും
അവരവരുടേതായ രീതിയിൽ അവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ ധർമ്മവും അങ്ങനെ തന്നെ. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഹിന്ദുവും ഒരു മതമല്ലേ എന്ന്. ഹിന്ദു ഒരു മതമല്ല, ഒരു സംസ്കാരമാണ്, ശ്രേഷ്ഠമായ സംസ്കാരം. ലോകത്തിൽ എത്രയേറെ മതങ്ങളുണ്ടോ ആ മതങ്ങളിൽ ഒന്നും പറയാത്ത കാര്യങ്ങൾ, ആ മതങ്ങൾ ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ശ്രേഷ്ഠമായ ഈ ധർമ്മം ലോകത്തിന് മാതൃകയാണ്. അതാണ് സർവധർമ്മ സമഭാവന എന്ന് പറയുന്ന സനാതനം. ആ സനാതന ധർമ്മത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്ന ഈ സപ്താഹം. ഈശ്വരനെ അറിയുക, ഈശ്വരനെ കുറിച്ച് കേൾക്കുക. ഈശ്വരൻ എന്നാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എവിടെയാ ഈശ്വരൻ ഇരിക്കുന്നത്? വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ എങ്കിൽ പോലും എനിക്കറിയാം, പുറത്ത് വീടുകളിൽ ഇരുന്ന് ഇത് ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ, ആരാണ് ഈശ്വരൻ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആരാണ് ഈശ്വരൻ? പലരുടെയും മനസ്സിൽ ശിവന്റെയും വിഷ്ണുവിന്റെയും ബ്രഹ്മദേവന്റെയും അതല്ലെങ്കിൽ ഭദ്രകാളിയമ്മയുടെയും ഒക്കെ രൂപങ്ങൾ തെളിഞ്ഞു വരാം. കൃഷ്ണന്റെ തെളിഞ്ഞു വരാം, രാമന്റെ തെളിഞ്ഞു വരാം. അപ്പൊ നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈശ്വരന്റെ രൂപത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ തന്നെയാണ് ഈശ്വരൻ എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? കഴിയുമോ? കഴിയില്ല. കാരണം അഹം ബ്രഹ്മാസ്മി, തത്വമസി, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നീ തന്നെയാണ് ഈശ്വരൻ, നിന്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ വസിക്കുന്നത്. അപ്പോഴെന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നല്ലേ? ചിന്തിക്കും പലരും അതും പറഞ്ഞുകൊണ്ട് വരും, ക്ഷേത്രം പൊളിക്കണം, അങ്ങനെയൊക്കെ പലതും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് പലർക്കും അറിയാൻ സാധ്യമല്ല. ഈശ്വരൻ, ആത്മാവ്, പരമാത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരം, ആ ശരീരത്തെ ശരിയായ വിധത്തിൽ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഒരു കരിയില വീണാൽ അപ്പോൾ നമ്മളത് എടുത്തു മാറ്റും. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജീവി എന്തെങ്കിലും കൊണ്ടുവന്ന് ഇട്ടാൽ അതപ്പം നമ്മൾ എടുത്തു മാറ്റും. നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തും ഇതുപോലെ തന്നെ എന്തെങ്കിലും അഴുക്കുകൾ പറ്റിയാൽ അതെല്ലാം നമ്മൾ എടുത്തു മാറ്റാറുണ്ട്. പക്ഷേ ഉള്ളിൽ പരമാത്മാവ് വസിക്കുന്ന ആ ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും വിധത്തിൽ അശുദ്ധി ഉള്ളത് വന്നാൽ നമ്മൾ എടുത്തു മാറ്റാൻ ശ്രമിക്കാറുണ്ടോ? അതാണ് ചോദ്യം വരുന്നത്. കാരണം ഈശ്വരൻ വസിക്കുന്ന നമ്മുടെ ഹൃദയം എപ്പോഴും നിർമ്മലമായിരിക്കണം, കളങ്കമില്ലാത്തതായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരൻ അവിടെ നിൽക്കുവാൻ സാധ്യമാകൂ. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വീടിനെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും തൻ്റെ എല്ലാ സുഖ സൗഭാഗ്യങ്ങളെക്കുറിച്ചും അദ്ദേഹം മറന്നുകൊണ്ട് എനിക്ക് മരിക്കണം എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു. ആ ചെറുപ്പക്കാരൻ ഭാവിയിൽ എന്താവുമെന്നോ ആരോട് എന്തെങ്കിലും സംസാരിക്കുമെന്നോ ഒന്നും അവനറിയില്ല. അവൻ ആത്മഹത്യ ചെയ്യണം എന്ന ചിന്തയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ പോയി ഒരു ട്രെയിനിൽ കയറി ഏതെങ്കിലും തീവണ്ടിയിൽ നിന്ന് എടുത്ത് ചാടാൻ പുഴയിലേക്ക്, അതല്ല എങ്കിൽ എവിടെയെങ്കിലും തീവണ്ടിയിൽ നിന്ന് ഇറങ്ങി വേറൊരു തീവണ്ടിയുടെ മുമ്പിൽ നിന്ന് അങ്ങനെ ഇടിച്ചു തെറിച്ച് ചിന്നിച്ചിതറി മരിക്കാം, പുഴയിൽ ചാടി മരിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ കയറി കെട്ടി തൂങ്ങി മരിക്കാമെന്നൊക്കെ
മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം സജ്ജീകരണങ്ങളോടും കൂടി പോകുന്നത്. അങ്ങനെ പോയി അദ്ദേഹം ഒരു മറ്റു സംസ്ഥാനം അവിടെ എത്തി. അദ്ദേഹത്തിന് ആ ഭാഷ അറിയില്ല. അങ്ങനെ ഒരു വളവും തിരിവുമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് അങ്ങനെ നിൽക്കുക. അവിടെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് തോന്നുന്നത്, ഇവിടെ നിന്നാൽ തീവണ്ടി വരുമ്പോൾ പെട്ടെന്നായതുകൊണ്ട് നമുക്ക് ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല, അങ്ങനെ മരിക്കാം. അങ്ങനെ അതിനുള്ള അവസരം നോക്കി റെയിൽപാളത്തിൽ കിടന്നു. അദ്ദേഹം തീവണ്ടി വരുന്ന ശബ്ദം കേട്ടു. അങ്ങനെ പാളത്തിൽ കിടന്നു കഴിഞ്ഞപ്പോഴാണ് ആ തീവണ്ടി പോയത്. നമ്മുടെ കോമഡിയിലൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിലുള്ള അപ്പുറത്തുള്ള പാളത്തിൽ കൂടിയാണ് ആ തീവണ്ടി പോയത്. അതൊരു സങ്കടമായി. പിന്നെ എഴുന്നേറ്റു. അദ്ദേഹം അടുത്ത തീവണ്ടി വരുന്നത് നോക്കി അവിടെ പാളമൊക്കെ ഒന്ന് പോയി പരിശോധിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു പാളത്തിൽ തൊട്ടപ്പോൾ അവിടെ ഒരു എരമ്പൽ കണ്ടു. ഈ പാളത്തിൽ കൂടിയാണ് തീവണ്ടി വരുന്നതെന്ന് മനസ്സിലായി. ആള് ബുദ്ധിപൂർവം ഒരു കാര്യം ചെയ്തു, ചുറ്റും നോക്കി, ആരുമില്ല. തീവണ്ടി വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പാളത്തിലേക്ക് കയറി നിൽക്കുക എന്ന ഉദ്ദേശത്തോടെ അതിൻ്റെ പരിസരത്ത് തന്നെ അവിടെ കുഞ്ഞിനിരുന്നു. ആരുമില്ല. ഒരു സന്ധ്യാസമയം തീവണ്ടി വന്നു. ഇങ്ങനെ ഈ വിളക്കിനടുത്തുള്ള ഇങ്ങനെ എത്തുന്ന സമയത്താണ് അദ്ദേഹം തീവണ്ടിക്ക് മുമ്പിലേക്ക് പാളത്തിലേക്ക് കയറാൻ കാലെടുത്ത് വെക്കലും തൊട്ടുപുറകിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തെ വലിച്ചു പിടിച്ചു മാറ്റി താഴേക്കിട്ടു. ഇത്രയും നേരം ആരെയും അവിടെ കണ്ടില്ല. ആ വെള്ള വസ്ത്രധാരിയെ അദ്ദേഹം വളരെ സാധുത നോക്കി, ദേഷ്യപ്പെട്ട് കുതറി നോക്കി. പക്ഷേ അദ്ദേഹം മുറുക്കി അദ്ദേഹത്തെ പിടിച്ചു. ആ ഒരൊറ്റ കൈ കൊണ്ടുള്ള പിടുത്തത്തിൽ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നു. അവിടെ നിന്ന് അനങ്ങാൻ പറ്റിയില്ല. തീവണ്ടി പോയി കഴിഞ്ഞതിന് ശേഷം എന്നെ പിടിച്ച ആ ആളെ കാണാൻ വേണ്ടി അയാൾ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ പിടിച്ച വശത്ത് ആളില്ല. ആകെ ഒരു അത്ഭുതം. പെട്ടെന്ന് അദ്ദേഹം ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കി. കാരണം തൻ്റെ ഈ വലത് കൈയുടെ ഭാഗത്ത് അദ്ദേഹം ഉറക്ക പിടിച്ചിരിക്കുന്ന ആ ഒരു ഫീലിംഗ് അദ്ദേഹത്തിനുണ്ട്. അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെയുമില്ല. പെട്ടെന്നൊരു തിരിച്ചിലിങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഒരു മയിൽപ്പീലി ഇങ്ങനെ നിലത്തേക്ക് വീഴുന്നതാണ് ആ ചെറുപ്പക്കാരൻ കണ്ടത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സമയത്ത് വലിയൊരു വിഭ്രാന്തി പോലെ എന്തോ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ആ മനുഷ്യനൊന്നും മനസ്സിലായില്ല. അവിടെ നിന്ന് കരഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം ആത്മഹത്യ എന്ന വിഷയത്തിൽ നിന്ന് മനസ്സ് മാറി. തനിക്ക് താൻ വിട്ടുപോയ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും ഒക്കെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ എന്തൊക്കെയോ മനസ്സിലോർത്ത് വിഭ്രാന്തിയോടെ നിന്നു. അവിടെ തല കറങ്ങി ബോധം കെട്ടു വീണു. ആ മയിൽപ്പീലി അപ്പോഴും ആ പയ്യൻ, ആ യുവാവ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയോ എടുത്ത് ഒരു സൈഡിൽ ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കൊണ്ടുപോയി അവിടെ കിടത്തി. മരുന്നും വെള്ളമൊക്കെ കൊടുത്ത്, കഴിക്കാൻ ഭക്ഷണമൊക്കെ കൊടുത്ത്, അങ്ങനെ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ മലയാളമോ വേറെ ഒരു ഭാഷയോ അദ്ദേഹത്തിന് അറിയില്ല. ആ ചെറുപ്പക്കാരനെ മലയാളിയായ ഒരാൾ വന്ന് സംസാരിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ മുഴുവൻ അങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ ആ യൗവനക്കാരൻ തന്നെ രക്ഷിച്ച ആ മയിൽപ്പീലി അവിടെ ഇട്ടിട്ട് പോയ ആ വൃദ്ധനായ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അവനിങ്ങനെ അന്ന് രാത്രിയിൽ അടച്ചിട്ട ആ മുറിയിൽ, അവരെല്ലാം താമസിക്കാൻ സൗകര്യം കൊടുത്ത ആ ഒരു മുറിയിൽ നിശബ്ദനായി ഇങ്ങനെ കരഞ്ഞ് തളർന്ന് അദ്ദേഹം ഇങ്ങനെ ആ വൃദ്ധനെ കുറിച്ച് ചിന്തിച്ച് കിടന്നപ്പോൾ ഒരു പാദം അവിടെ കണ്ടു. ഒരു നീല നിറത്തിലുള്ള ഒരു പാദം. അതിൻ്റെ മുകളിലേക്ക് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പോലെ കസവിൻ്റെ നല്ല പട്ടുകൊണ്ട് ഇതൊക്കെ പൊതിഞ്ഞ ഒരു മഞ്ഞ വസ്ത്രം, കാലിൽ പാദസരമുണ്ട്, കയ്യിലൊരു കോല് പോലെ കണ്ടു. പക്ഷേ ഒന്ന് തിരിഞ്ഞപ്പോഴാണ് അതൊരു ഓടക്കുഴലാണെന്ന് കണ്ടത്. അത്രയും കണ്ടപ്പോഴേക്കും
അദ്ദേഹം ചാടി എഴുന്നേറ്റു. പിന്നെ തൻ്റെ ബോധം നഷ്ടപ്പെട്ടു. പിന്നെ എപ്പോഴോ ഉണർന്നപ്പോഴേക്കും പകലായി, ആളുകൾക്ക് വന്നു. ഞാൻ പറഞ്ഞത്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയ ഒരു മനുഷ്യനെ, ഒരു യുവാവിനെ രക്ഷിച്ചു കൊണ്ടുപോയ ഈശ്വരൻ്റെ വലിയൊരു പ്രവൃത്തിയെക്കുറിച്ചാണ്. വർഷങ്ങൾക്ക് ശേഷം, 23 വർഷങ്ങൾക്ക് ശേഷം ആ യുവാവ് അദ്ദേഹം വിട്ടുപോയ നാടിനെയും അദ്ദേഹം വിട്ടുപോയ ആ മലയാള മണ്ണിനെയും ഒക്കെ തിരിച്ചറിഞ്ഞ് ആ മണ്ണിലേക്ക് വരുമ്പോൾ ഏതൊക്കെയോ ഒരു പദവിയിലെത്തിയിരുന്നു. അങ്ങനെ ആ യൗവനക്കാരൻ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ പുണ്യപാദത്തെ വ്യക്തമായി കണ്ടു. അങ്ങനെ ഒരിക്കൽ പാലക്കാടിനടുത്ത് പെരുമ്പിലാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ട് ചേർന്ന് കുഴിക്കര എന്ന ഗ്രാമത്തിൽ മണ്ണിനടിയിൽ കിടന്ന ഒരു വിഗ്രഹം, ഒരു ക്ഷേത്രം, അത് പുനരുദ്ധരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ പോയി അദ്ദേഹം അത് കണ്ടു. ആ വിഗ്രഹം എടുത്ത് അതിൻ്റെ പാദം കഴുകുമ്പോഴാണ് അദ്ദേഹം വീണ്ടും തൻ്റെ ജീവിതത്തിൽ ആ കണ്ട പാദത്തിൻ്റെ അതേ സ്പർശം, അതേ അനുഭൂതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാനിടയായിത്തീർന്നത്. അവിടെ നിന്ന് ആധ്യാത്മികതയുടെ മാർഗത്തിലേക്ക് ആ യുവാവ് മാറി. ഒടുവിൽ എല്ലാവരെയും നശിപ്പിച്ച് താനും മരിക്കണമെന്ന ചിന്തയോടുകൂടി പോയ ആ യുവാവ് ഒരുപാട് പേരെ ജീവിതത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കാനും മരണത്തിനപ്പുറവും സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ഐശ്വര്യവും നൽകിത്തരുന്ന ഈശ്വരൻ്റെ പുണ്യപാദങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചും പഠിപ്പിച്ചും നടക്കുന്നു. അങ്ങനെ ആ യുവാവിന് താൻ പ്രാപിച്ചെടുത്ത ആ ഈശ്വരനെ കുറിച്ച് പറയാൻ ഈ മണ്ണിലും എത്തിച്ചേരാൻ ഒരവസരം ലഭിച്ചു. ഇത്രമാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ കഥയിൽ ഇത് ഒരു ചെറിയൊരു കഥ പോലെയല്ല ഞാനിത് പറയുന്നത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. എപ്പോഴും പ്രകാശം പകരുന്ന ഈശ്വരനെ അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ നമ്മൾ ആരും ശ്രമിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കുകയും നേർച്ചകൾ നടത്തുകയും ചെയ്യും. അതല്ല എങ്കിൽ ഒരു ശയനപ്രദക്ഷിണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ദീപക്കാഴ്ച, എന്തെങ്കിലും ഒരു വഴിപാട് നമ്മൾ നേരും. അങ്ങനെ നേരുന്ന വഴിപാടുകളും നേർച്ചകളും കാഴ്ചകളും എല്ലാം കൊണ്ട് പുണ്യം കിട്ടും, മോക്ഷം കിട്ടുമെന്നുള്ള ആ ഒരു ധാരണയിൽ നമ്മളെല്ലാവരും പോവുക. പുണ്യം കിട്ടും എവിടെ? നിങ്ങൾ കൊടുക്കുന്ന വഴിപാട്, ആ തുക കൊണ്ട് ആ ക്ഷേത്രത്തിൽ നടത്തുന്ന പരിപാടികളെ കാണാൻ വരുന്ന നിർധനരായ ആളുകൾക്ക് ആ പുണ്യം കിട്ടും. നിങ്ങൾക്ക് പുണ്യം കിട്ടണമെങ്കിൽ ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഹൃദയത്തെ കൂടെ ഭഗവാന് കൊടുക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഇവിടുത്തെ കൃഷ്ണ ഭഗവാൻ ആ ഓടക്കുഴലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട്, ഭഗവാനെ മക്കൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്, മോള് അവള് വേറൊരു രീതിയിലേക്ക് മൈൻഡ് മാറിപ്പോണു, പഠിക്കുന്നില്ല, ഞങ്ങൾ മുടക്കുന്ന പൈസ എല്ലാം നഷ്ടമാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മക്കളുടെ കാര്യവും കുടുംബത്തിലെ കാര്യവും ബിസിനസ്സിൻ്റെ കാര്യവും എല്ലാം ഭഗവാനോട് വന്ന് പറയും. ആ ഭഗവാന്റെ അടുക്കൽ വന്ന് നിന്നിട്ട്, ഭഗവാനെ കൃഷ്ണ എന്താ സുഖമാണോ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഒരു നിമിഷ നേരമെങ്കിലും ഒന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, നമ്മളെ കാണാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആ ഭഗവാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ, ഭഗവാനെ നിനക്ക് സുഖമാണോ, ഞാൻ വയ്യോ എന്നൊന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളൊന്നും ഭക്തരല്ല എന്നാണ് ഞാൻ പറയാം. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു ഞാൻ. ക്ഷേത്രത്തിൽ പൂജിക്കുന്ന സമയത്ത് ക്ഷേത്രപൂജകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊക്കെ ചെയ്തിരുന്നത് ആ ദേവനോട് വർത്തമാനം പറയും. അതെ,
നമ്മുടെ ചിഞ്ചുമോള് വന്നിട്ടുണ്ട്. അസുഖമാണ്, ലിവറിൻ്റെ പ്രശ്നമാണ്, ആശുപത്രി പോകണം, ലക്ഷങ്ങൾ മുടക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചിരിച്ച് കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ അത് വലിയൊരു അനുഗ്രഹം. അങ്ങനെയൊക്കെ ഇങ്ങനെ ഭഗവാനോട് ഇങ്ങനെ പറയും. അപ്പം എൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു വരും. ഇപ്പോഴും ആ കാര്യം എന്താ ഓർത്ത് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ നിറയുക. കാരണം നമുക്ക് അങ്ങനെ പറയാനും ചിന്തിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ഭഗവത് സന്നിധിയിൽ വന്നു നിന്ന് പറയാനും സാധിക്കുന്നു എങ്കിൽ മാത്രമേ യഥാർത്ഥരായ ഭക്തരാവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടബാധ്യതയും അസൂയയും പരാതിയും മുഴുവൻ മാത്രം സ്വീകരിക്കുന്ന ഒന്നല്ലല്ലോ ദേവൻ. അപ്പോൾ ദേവന്റെ മുന്നിൽ വന്നാൽ നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത നല്ലൊരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു കാരണവരുടെ അടുക്കൽ ചെല്ലുന്ന ഭാവത്തോടെ ചെന്ന് ഭഗവാനോട് ചോദിച്ചാൽ തരും. ആയിരിക്കുന്ന ഭഗവാനും ഞാനും നിങ്ങളും എല്ലാം ഒന്നാണെന്ന ബോധം നമ്മളിൽ ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ചോദിക്കാനും സാധിക്കുകയുള്ളൂ. പിന്നെ ഭഗവാന് കൊടുക്കേണ്ടത് കൊടുക്കാതെ അത് കുറച്ച് മാറ്റിവെച്ച് അതിൽ നിന്നൊരു വിഹിതം, അതിൻ്റെയും ഒരു വിഹിതം മാറ്റിവെച്ച് എന്നിട്ട് കൊടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നും ഭഗവാനോട് ചോദിക്കാൻ പറ്റില്ല. കാരണം സുഖമാണോന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇരിക്കുന്ന ഭഗവാൻ അറിയാം ഒരു കള്ളനാണ് അല്ലെങ്കിൽ ഒരു കള്ളിയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ക്ഷേത്രത്തെ ഈ സപ്താഹം നടക്കുന്ന വേദിയിലേക്കൊക്കെ വരുമ്പോൾ നോക്കി എന്ത് ചിരിയാ, ഭഗവാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി ചിരിക്കുക. എൻ്റെ പൊന്നു സ്വാമി, ഇവരുടെ അടുത്ത് സ്വാമി ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇവരൊക്കെ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ഇങ്ങനെ നോക്കി കണ്ടു പോകുന്നവരാണ് നിത്യം. ഇവരെനിക്ക് ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ എനിക്ക് എല്ലാം കൊണ്ടുതരാൻ മനസ്സുള്ളവരാ. തരുന്നുണ്ടോ എന്ന് മാത്രം എന്നോട് ചോദിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ അതുപോലെ ഭഗവാനോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് എന്നാണ് ഈ ഒരു വേളയിൽ ഈ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. കാരണം ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഭഗവാൻ ഈ ക്ഷേത്രത്തിൽ ഇത്ര ചൈതന്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ആ ഭഗവാനെ ഒന്ന് മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് പോന്നാൽ മതി. ഭഗവാൻ നിങ്ങൾക്ക് ചോദിക്കുന്നത് മുഴുവൻ തരും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താണ് ചെയ്യേണ്ടത്? അവരെ രോഗം മാറണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് രോഗിയായി തീർന്ന ആളുടെ കഥയൊക്കെ ഭാഗവതത്തിലൂടെയൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. പുരാണങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് പല സ്ഥലത്തും. കഥകളൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കഥ കേട്ട് കഥയില്ലാത്തവരായി തീർന്ന ഒരു സമൂഹമാണ് ഹിന്ദുക്കൾ. ചില സ്ഥലത്തൊക്കെ പോയാൽ ഹിന്ദുക്കൾ എന്നല്ല പറയുക, ഹി മാറ്റിയിട്ട് ഇപ്പുറത്ത് വേറൊരു വാക്കാണ് ചേർക്കുക, ജന്തുക്കൾ എന്നൊക്കെ പറയുക. കാരണം ഭക്തിയില്ല. സപ്താഹം കേൾക്കാൻ വന്നാൽ രാവിലെ അവിടെ വരും, ഒന്ന് തൊഴുതും 2 പുഷ്പം അവിടെ കൊണ്ടുവന്ന് കൊടുക്കും, സാന്നിധ്യം അറിയിക്കും, ഒരൊറ്റ പോക്കാം. വീട്ടിൽ പോയി എല്ലാ പണിയും തീർത്ത് ടി വിയും കണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ആ കറക്റ്റ് അന്നപ്രസാദത്തിൻ്റെ സമയമാകുമ്പോൾ ഓടി വരും. ഭഗവാന്റെ പ്രസാദമല്ലേ, ഞാൻ കഴിച്ചില്ലെങ്കിൽ ഭഗവാൻ എന്ത് വിഷമം തോന്നുന്നു ഓർത്ത് വേഗം വന്നത് ഭക്ഷിക്കും. ഒരൊറ്റ പോക്കാം. ഇനി എനിക്ക് ഭക്ഷണം കഴിഞ്ഞാൽ വിശ്രമിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോകും. പ്രഭാഷണങ്ങൾ കേൾക്കാനൊന്നും ആരും ഉണ്ടാവില്ല. കാരണം ഇത് കേട്ട് മടുത്തു. പ്രഭാഷണം പറയുന്നവരുടെ വാക്കുകൾ അതിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാലഘട്ടങ്ങളാണ്. അനുഭവങ്ങളില്ലാതെ പറയുമ്പോൾ അതധികം ആരുടെയും ചെവിയിലേക്ക് കയറില്ല. ഇവിടെ അഗ്നിയും വായുവും ഗുരുവും എല്ലാം ചേർന്ന് പ്രസാദമായിരിക്കുന്ന ഈ മനോഹരമായ ക്ഷേത്രാങ്കണം ഈ പരിസരങ്ങളിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലേക്കും പകർന്നു കൊടുക്കുന്ന ചൈതന്യം ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പോകുന്നത്. കാരണം ഭഗവാൻ മഹാവിഷ്ണു
കൃഷ്ണരൂപത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. പൂർണ്ണ രൂപമാണ് കൃഷ്ണൻ്റെ. കൃഷ്ണൻ ഇങ്ങനെ നിറഞ്ഞു നിന്ന് നിൽക്കുമ്പോൾ തൻ്റെ വിരാട് രൂപത്തെ ദർശിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തരെ മാത്രമാണ് ഭഗവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഭഗവാനെ കാണാൻ ഇഷ്ടമല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്? ക്ഷേത്രത്തിൽ പോകരുതെന്നാണ് പറയുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ പ്രവൃത്തി നല്ലതാണ് എങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കുക. പിന്നെ രോഗം മാറണമെന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. കാരണം എന്താ? ഒരാളുടെ കർമ്മഫലം അത് മാറ്റാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അവശ്യഫലഭോക്തവ്യം കൃതം കർമ്മശുഭാശുഭം നാഭുക്തം തീയതേ കർമ്മകൽപ്പകോടി ശതേരവി എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ട കർമ്മങ്ങളും ദുരിതങ്ങളും സന്തോഷവും അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇത് അനുഭവിച്ച് തീർക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാ? നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, പ്രവൃത്തിയിലൂടെ. അപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഭഗവാനെ, എൻ്റെ ജീവിതത്തിൽ ഈ മനുഷ്യജന്മം അനേക ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിദുർലഭമായി ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യജന്മം ഇത് വളരെ ശ്രേഷ്ഠമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോയ ജന്മങ്ങളിൽ, യുഗങ്ങളിൽ ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇന്ന് ഞാനിവിടെ അനുഭവിക്കുന്നത്. എനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യം അത് എൻ്റെ പുണ്യകർമ്മങ്ങളുടെ ഫലമാണ്. എനിക്ക് വന്നിരിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നതെല്ലാം. അതുകൊണ്ട് അത് മാറ്റാൻ, അത് നീക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കൃത്യമായി എൻ്റെ ജീവിതത്തിൽ ഈ ആയുസ്സിൽ തന്നെ അനുഭവിച്ചു തീർക്കുവാനുള്ള ആയുസ്സും ബലവും എനിക്ക് തരണമേ എന്നായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. അതല്ലാതെ നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലാറുണ്ട്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. എന്താ പറയുന്നത്? ഒരു വെള്ളിരിക്കയിൽ നിന്ന്, വെള്ളിരിക്കയുടെ തണ്ടിൽ നിന്ന് ആ വെള്ളിരിക്ക എങ്ങനെ അടർന്നു മാറുന്നുവോ അതുപോലെ കൃത്യമായ കാലത്ത്, കൃത്യമായ സമയത്ത് മാത്രമേ എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ ദേഹത്തിൽ നിന്ന് ദേഹി വേർപെടാൻ പാടുള്ളൂ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ ആ മൃത്യുഞ്ജയ മന്ത്രം ചെയ്തും ചൊല്ലിയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിച്ചുമൊക്കെ നമ്മൾ ചോദിക്കുന്നത് എന്താ? ആയുസ് നീട്ടിത്തരണേ, നീട്ടിത്തരണേ എന്നാണ് എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന വഴിപാടുകളുടെ തത്വം എന്താണെന്ന് നമുക്ക് അറിയില്ല. ശത്രുസംഹാര പുഷ്പാഞ്ജലി. ശത്രു എന്തിനാ? നമുക്ക് ശത്രു ഉണ്ട് അല്ലേ എന്ന് ഉറപ്പുള്ളവരല്ലേ പുഷ്പാഞ്ജലി കഴിക്കുക, ശത്രുസംഹാര പുഷ്പാഞ്ജലി. എന്നിട്ട് പറയുന്ന നാളും പേരും ആരുടെയാ? ആരുടെയാ പറയാ? ചിന്തിച്ചു നോക്കി. നമ്മുടെ തന്നെ നാളും പേരും പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുഷ്പാഞ്ജലി കഴിക്കണത്. അപ്പോൾ നമ്മുടെ ശത്രു ആരാ? നമ്മൾ തന്നെയാണ്. മറ്റൊരാളെ, നമ്മളെ വേദനിപ്പിക്കുന്ന മറ്റൊരാളെ നമ്മൾ ശത്രുവായിട്ട് കാണുമ്പോൾ നാം നമുക്ക് തന്നെ ശത്രുവായി മാറുകയാണ്. നമ്മുടെ ധൃതരാഷ്ട്രൻ, അദ്ദേഹം മഹാഭാരത യുദ്ധ കാലഘട്ടത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. മരണത്തെ കാത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. ആ കിടക്കുന്ന കിടപ്പിൽ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭഗവാനെ, എന്താണ്? എൻ്റെ എല്ലാ മക്കളും മരണപ്പെട്ടു, എനിക്ക് ഇനിയിപ്പോൾ ഒന്നുമില്ല, കർമ്മം ചെയ്യാൻ പോലും ഒരെണ്ണം ബാക്കിയില്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. 50 ജന്മങ്ങൾക്ക് മുൻപ് നീ ഒരു വേടനായിരുന്നു,
50 ജന്മങ്ങൾക്ക് മുൻപ്. ആ കാലഘട്ടത്തിൽ ഒരു പക്ഷിയെ അമ്പ ചെയ്തിട്ട് ആ പക്ഷിയെ കിട്ടാത്ത ദേഷ്യത്തിൽ ആ പക്ഷിയുടെ കൂട്ടിൽ കയറി അതിലുണ്ടായിരുന്ന 100 കുഞ്ഞുങ്ങളെ ഞെരിച്ച് നീ കൊന്നു. അന്ന് ആ പക്ഷിരാജൻ, ആ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച്, മരിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട്, ചോര ഒലിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ ഈ 100 മക്കൾ നിന്റെ കൺമുമ്പിൽ മരിച്ചു വീട് കഴിഞ്ഞതിന് ശേഷമേ നീയും മരിക്കൂ എന്ന് പറഞ്ഞു. ആ പക്ഷിരാജന്റെ ശാപം ഭരിക്കാൻ 50 ജന്മങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 50 കൊല്ലമല്ല കേട്ടോ, 50 ജന്മങ്ങൾ. കാരണം ഒരു കുട്ടി ജനിക്കാൻ, ഒരു ഉണ്ണി ഉണ്ടാവണമെങ്കിൽ നമ്മൾ പുണ്യം ചെയ്യണം. അപ്പം 100 ഉണ്ണികൾ ഉണ്ടാവാനോ? ഒന്ന് ഓർത്തു വയ്ക്കി. അപ്പം പുണ്യം ചെയ്ത് ഉണ്ണികളെ ഉണ്ടായി ആ ഉണ്ണികളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ധനസമ്പാദ്യത്തിന് വേണ്ടി അതിനുള്ള പുണ്യവും നേടി, അങ്ങനെ പുണ്യങ്ങൾ നേടി നേടി രാജാവായി അത്രയും വലിയ മഹത്വമായ കൊട്ടാരവും ഖജനാവും ധനവും എല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ആണ് ഇദ്ദേഹത്തെ 50 ജന്മങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു ശാപം ഫലത്തിൽ വന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പുണ്യങ്ങളും എല്ലാം എത്രയോ ജന്മങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചതൊക്കെ ആയിരിക്കും. നമ്മളത് ചിന്തിക്കണം. മറ്റൊരാൾക്ക് നമ്മളെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ നമുക്കെതിരെ കൂടോത്രം ചെയ്യാനോ സാധിക്കുമെന്ന് വേദാന്തം പഠിച്ച എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ ശത്രു ഞാൻ തന്നെയാണ്. അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ മറ്റൊരാൾക്ക് എന്നെ ഉപദ്രവിക്കാനും എൻ്റെ ദോഷങ്ങളെ ആവാഹിച്ചെടുക്കാനും കഴിയുമായിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ കർക്കിടക മാസത്തിൽ ആഗ്രഹിക്കുന്ന പാരായണം ചെയ്യുന്ന രാമായണം എന്ന ഗ്രന്ഥം ഉണ്ടാവില്ലായിരുന്നു. കാരണം രത്നാകരൻ എന്ന കള്ളൻ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നീ പങ്കിടുമോ എന്ന് തൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം നിങ്ങൾ തന്നെ അനുഭവിച്ചോളുമെന്ന് ഭാര്യ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തൻ്റെ കുടുംബത്തെയും ഭാര്യയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ഈ ലോകത്തിലെ ദുഷ്കർമ്മങ്ങളെല്ലാം മാറ്റി അദ്ദേഹം രാമമന്ത്രവും ജപിച്ച് അങ്ങനെ മാറാനിടയായി തീർന്നു. അപ്പോൾ ഇത് ഓർത്തു നോക്കി, നമ്മുടെ കർമ്മങ്ങൾ, നമുക്കെതിരെ ശത്രുക്കൾ ആരും തന്നെ ഇല്ല. അവരുടെ കർമ്മങ്ങളാണ് അവർ നമുക്കെതിരെ ചെയ്യുന്നത്. അതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഉപദ്രവിക്കാൻ വരുന്ന ശത്രുവിനെയും സ്നേഹത്തോടെ കണ്ടുകൊണ്ട് ഒന്ന് ചിരിച്ചാൽ മതി. പോത്ത് അതുപോലെ കുട്ടനാട് ചീറിയെടുത്ത് വരുന്ന പാമ്പിൻ്റെ മുമ്പിലൊക്കെ ചിരിക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ പറയുമ്പോൾ ജീവനുള്ള എന്തിൻ്റെ മുമ്പിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ, സ്വാമി പറഞ്ഞിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പോത്തൊന്നും വെറുതെ വെച്ചേക്കില്ല, അത് തോണ്ടിയിട്ടിട്ട് പോകും. അതുകൊണ്ട് മനുഷ്യൻ്റെ മുമ്പിൽ, മറ്റ് ജീവികളുടെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വാത്സല്യവും സ്നേഹവുമാണ്. അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെയുള്ളവർ വന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ് ക്ഷേത്രം. അങ്ങനെ ഈശ്വരനെ ആരാധിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും പഠിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ സപ്താഹങ്ങളും യജ്ഞങ്ങളും യാഗങ്ങളും പാരായണങ്ങളുമെല്ലാം. പാരായണം ചെയ്യുന്ന ഇവർ തുടർച്ചയായി വന്ന് ഇങ്ങനെ പാരായണം, ഒരു വർഷത്തിൽ 10, 20, 30 പാരായണങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ പുണ്യം അവർക്ക് കിട്ടും. കാരണം ഇന്ന ക്ഷേത്രത്തിൽ പോയി ഒരു സപ്താഹം നീ നടത്തും, അതിലൂടെ പുണ്യം നീ നേടുമെന്ന് അവരുടെ ജന്മത്തിലുണ്ട് കർമ്മം. അത് പുണ്യമാണ്. മറ്റുള്ളവരോട് സത്കർമ്മങ്ങളെ കുറിച്ച് പറയുക എന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞും പ്രവർത്തിച്ചും മുന്നോട്ട് പോകാൻ നമ്മുടെ ജനത്തിന് സാധിക്കണം. അതിനാണ് ഇത്തരം സപ്താഹങ്ങളിൽ നിങ്ങൾ മാത്രം വന്നാൽ പോരാ. കഴിഞ്ഞ 31 വർഷമായി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത് കേൾക്കാൻ വേണ്ടി ഇവിടെ വരും, പോകും, ഭക്ഷണം കഴിക്കും. ഭക്ഷണമല്ല കേട്ടോ, പ്രസാദം, ഭഗവാന്റെ പ്രസാദം കഴിക്കും.
നിങ്ങളാൽ കഴിയുന്ന സംഭാവനയും ദക്ഷിണയും കാര്യങ്ങളും ഒക്കെ ഇവിടെ സമർപ്പിക്കും, വഴിപാടുകൾ കൊടുക്കും, സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് അതങ്ങനെ പോകും. പക്ഷേ നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരാൾ ഈശ്വരനെ കുറിച്ച് അറിയാൻ കേട്ട് ആഗ്രഹിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് നോക്കി. അങ്ങനെ ഒരാളുണ്ട് എങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ ഈ പ്രാവിനെ തന്നെ നിങ്ങളൊന്ന് നോക്കൂ. നമ്മളിവിടെ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ അവർക്ക് പേടിയില്ല. കാരണം ഇത് ക്ഷേത്രമാണ്, ഇവിടെ എന്നെ ആരും ഉപദ്രവിക്കില്ല എന്ന് അതിനറിയാം. അപ്പൊ അങ്ങനെയുള്ള പുണ്യ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പരിചയത്തിലുള്ള വേദനിക്കുന്ന മനസ്സുള്ള, കഷ്ടത അനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന, കുടുംബ പ്രശ്നങ്ങളാൽ ഭാരമായി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ വന്നിട്ടുള്ള ആ ഒരു കർമ്മത്തിന് ഫലം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ സപ്താഹങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നവർക്കും ഇത് സംഘടിപ്പിക്കുന്ന കമ്മിറ്റിക്കാർക്കും ദേവസ്വത്തിനും ഭഗവാനും സന്തോഷമായിരിക്കും. അതിൻ്റെ ഒരു ഫലവും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ 1-2 ദിവസമേ ഉള്ളൂ. ആ ദിവസങ്ങളിലെങ്കിലും ഒരാളെയെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ട് വരിക. നിങ്ങൾ ഓർത്ത് നോക്കി, നിങ്ങൾ ഇവിടെ വന്ന് കേട്ട് ഇതുപോലെ സന്തോഷിച്ചിങ്ങനെ ഭഗവാന്റെ കഥകൾ ഇവിടെ പാരായണം ചെയ്യുന്നതൊക്കെ ഞാൻ ഇന്നിപ്പോൾ അവിടെ വിശ്രമിക്കുന്ന സ്ഥലത്തിരുന്ന് കേട്ടു. എത്ര മനോഹരമായിട്ട് അതിങ്ങനെ പാരായണം ചെയ്യുന്നത്. അത് കേട്ടിരുന്നാൽ നമ്മൾ തന്നെ നമ്മളെ തന്നെ മറന്നു പോകും. അതേസമയം മനസ്സിന് വേദന കൊണ്ട് ഞാൻ ഇനി നാളേക്ക് എങ്ങനെ എന്ത് ജീവിച്ച് എന്ന് ചിന്തിച്ച് ഇരിക്കുന്ന നിങ്ങളുടെ അയൽവാസി ഒരാൾ സംഭവിക്കാതിരിക്കട്ടെ, കയ്യബദ്ധം കാണിച്ചു, പെട്ടെന്ന് തൻ്റെ ശരീരത്തിൽ നിന്ന് ദേഹത്തെ വേർപെടുന്ന വിധത്തിൽ ഒരു മരണത്തിലേക്ക് പോയി. ആർക്കായിരിക്കും അതിന് ശാപം ഉണ്ടാവുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെ ഒന്ന് കണ്ട്, എടി അമ്മണി അല്ലെങ്കിൽ രാജേട്ടാ ഞാൻ പോണ്ട്, അമ്മമാര് നമുക്ക് അവിടെ പോയിരുന്നാൽ നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരും, അതൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു വന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന ആ പുണ്യമൊന്നും മറ്റൊന്നാണ്. അപ്പോൾ അങ്ങനെ അത്തരം പുണ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ക്ഷേത്രം ഇനിയും നിരവധി നാളുകൾ, വർഷത്തിനൊരിക്കൽ ഒരു സപ്താഹത്തിലൂടെ മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു ക്ഷേത്രമല്ല. എല്ലാ മാസങ്ങളിലും ഇവിടെ വിശേഷ ദിവസങ്ങളിൽ ഗംഭീരമായ പരിപാടികൾ നടക്കണം. നോക്കി എത്ര മനോഹരമാണ് ആ വിളക്കുകൾ ഇങ്ങനെ ഒരേപോലെ മുല്ലമൊട്ട് പോലെ തെളിഞ്ഞു നിന്ന് കത്തുമ്പോൾ അതിലും പ്രകാശത്തിലല്ലേ നമ്മുടെ ഭഗവാന്റെ മുഖം ഇരിക്കുന്നത്. വയറിനൊരു വേദന വന്നാൽ, കണ്ണിനൊരു വേദന വന്നാൽ, തലവേദന വന്നാൽ കണ്ണങ്ങനെ അടച്ചു പിടിച്ചിട്ട് ഭഗവാന്റെ മുമ്പിലേക്ക് ഇങ്ങനെ നോക്കിയാൽ, മുഖത്തേക്ക് നോക്കിയാൽ ആ ചിരിക്കുന്ന രൂപം ഒന്ന് കണ്ടാൽ തീർന്നു, പ്രശ്നം കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാ വേദനയും പോകും. അതിലും വലിയൊരു ഔഷധം വേറെ ഇല്ല എന്ന് തന്നെയാണ് അനുഭവത്തിലൂടെ എനിക്ക് പഠിക്കാൻ സാധിച്ചത്. നിങ്ങളോട് നേരത്തെ പറഞ്ഞ ആ ആത്മഹത്യക്ക് ശ്രമിച്ചു പോയ പയ്യൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എത്രത്തോളം സന്തോഷം അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നഷ്ടപ്പെട്ടു പോകാനിരുന്ന, ആത്മഹത്യ ചെയ്യാനിരുന്ന എത്രയോ കുടുംബങ്ങളെ ഒന്നിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. എൻ്റെ അടുക്കൽ ഇന്നിവിടെ ഇരിക്കുന്നത് തിരുവില്ലാമല എന്ന പ്രദേശത്ത് നിന്ന് വന്ന, അവിടെ ശ്രീ വ്യാസ തപോധ്യാൻ ആശ്രമം നടത്തുന്ന സ്വാമിജി, സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജാണ്. അടുത്തിരിക്കുന്നത് സ്വാമിയുടെ ശിഷ്യ മാതാജി സുധ ബ്രഹ്മാനന്ദ സരസ്വതിയാണ്. ഇവർ താമസിക്കുന്ന ആശ്രമത്തിൻ്റെ പരിസരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഈ ക്ഷേത്രവുമായി അതിനൊരു ബന്ധമുണ്ട്. കാരണം പഞ്ചപാണ്ഡവരും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും, ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയും വന്നെത്തുകയും അവിടെ പിതൃക്കൾക്ക് തർപ്പണം നടത്തുകയും ചെയ്ത ഒരു സ്ഥലമാണ്.
അതുപോലെ തന്നെ ദ്വാപരയുഗത്തിൽ പഞ്ചപാണ്ഡവർ അവിടെ വന്ന് യുദ്ധത്തിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി തർപ്പണം ചെയ്തു പോയ സ്ഥലം, 5 പേർ വന്ന് തർപ്പണം ചെയ്ത ഐവർമഠം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലാമലയിലാണ്. അവിടെ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലാണ്. വില്വാദ്രിനാഥന്റെ തിരുമുറ്റത്തിന്റെ തൊട്ട് താഴെ ഈ വരുന്ന ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഗായത്രി മഹായജ്ഞം നടക്കുകയാണ്. കഴിഞ്ഞ വർഷം അവിടെ ഒരു യാഗം ഉണ്ടായിരുന്നു. ആ യാഗത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. 9 ദിവസം നീണ്ടു നിന്ന ആ യാഗത്തിന്റെ അവസാനം യാഗശാല അഗ്നിക്ക് സമർപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അഗ്നി ഭക്ഷിച്ച ഒരു ദേശമല്ല അല്ലേ ഈ ദേശത്തെ കുറിച്ച് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള അഗ്നിയെ സ്വീകരിക്കുന്ന അഗ്നി സ്വരൂപങ്ങളായ ജനമിരിക്കുന്ന സദസ്സിലേക്ക് അതേപോലെ തന്നെ അഗ്നിയെ ജ്വലിപ്പിച്ച് അതിലൂടെ ഗായത്രി മന്ത്രത്തിലൂടെ, കാരണം അഗ്നിയാണ് ഗായത്രി, പ്രണവമാണ്. അത് പറയുന്നത് അക്ഷരാർത്ഥം തതോ മായോ മായുവേ അഗ്നിസ്തതോ ജലം, അഗ്നിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ അഗ്നിയെ സ്വീകരിച്ച് ആയിരക്കണക്കിന് ശിഷ്യർക്ക് അഗ്നിഹോത്രത്തിലൂടെ ഗായത്രി ദീക്ഷ നൽകിയ ഒരു ഗുരുനാഥനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്വാമിക്ക് ഇവിടെ വരാൻ സാധിച്ചത്, നിങ്ങളെ കാണാൻ സാധിച്ചത് ഒരു പുണ്യം തന്നെയാണ്. അപ്പോൾ ആ യാഗത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. അതുകൂടാതെ അതിന് നോട്ടീസ് തരാം. അതുകൂടാതെ തന്നെ 2025 ജനുവരി 11, 12 തീയതികളിൽ ഈ തിരുവല്ലാമലയിൽ തന്നെ ഭാരതപ്പുഴ എന്ന ആ നിളാ നദിയുടെ തീരത്ത് പാമ്പാടി കടവ് എന്ന ഒരു കടവുണ്ട്. നമ്മുടെ ഇവിടെ മണ്ണാർശാല സർപ്പക്കാവ് പോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ പുണ്യത്തെ പകർന്നു കൊടുക്കുന്ന മറ്റൊരു നാഗക്ഷേത്രമാണ് പാമ്പാടി പാമ്പാടി നാഗക്കാവ്. ആ കാവിനോട് ചേർന്ന് ആ പരിസരത്തുള്ള ഒരു കടവിൽ വെച്ച് കേരളത്തിൻ്റെ ലഘു കുംഭമേള, 3ാമത്തെ കുംഭമേള നടക്കുകയാണ്. ഏതാണ്ട് 100-ലേറെ സന്യാസി ശ്രേഷ്ഠന്മാർ, അതും നാഗസന്യാസിമാരും അഘോരിമാരും ഞങ്ങളെപ്പോലുള്ള ശങ്കരാചാര്യ പരമ്പരയിലും മറ്റ് പരമ്പരകളിലുമുള്ള സന്യാസിമാരെല്ലാം പങ്കെടുക്കുന്ന ഒരു പരിപാടി. പ്രകൃതിയെ സ്നേഹിക്കാനും കൃഷിയും കാർഷിക അഭിവൃദ്ധിക്കും വേണ്ടി, അതുപോലെ നദികളെ സംരക്ഷിക്കുക, വൃക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന സന്ദേശം പകരുന്നതിനാണ് ഈ കുംഭമേള നമ്മളവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ പ്രവർത്തനങ്ങളെയെല്ലാം നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ ഇങ്ങനൊരു അവസരത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഭഗവാന്റെ ചൈതന്യം തന്നെയാണ്. ഇത്രയേറെ മനോഹരമായ ഈ ക്ഷേത്രാങ്കണം, ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. പുകഴ്ചയായി നിങ്ങളെ പൊക്കി പറഞ്ഞിട്ട് പോകാൻ വരുന്നതല്ല. അങ്ങനെ പറഞ്ഞാൽ ദക്ഷിണയൊന്നും കൂടുതൽ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണമില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പോയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ചൈതന്യങ്ങൾ ഉണ്ട് എങ്കിൽ ആ ചൈതന്യങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ഒറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൂടി എനിക്ക് വരാൻ സാധിച്ചു. സത്യമാണ്. കാരണം ഇത്രയേറെ ചൈതന്യം. ഭഗവാനെ പ്രദക്ഷിണ വയ്ക്കുമ്പോൾ നമ്മുടെ കാലടികൾ ആ മണ്ണിൽ, ആ കല്ലിൽ പതിക്കുന്നുണ്ടോ എന്ന് പോലും സംശയം തോന്നും. എത്ര പേര് ഈ ഇരിക്കുന്ന ഈ ചുരുക്കം ചെറിയ ആളുകളിൽ എത്ര പേർ നിങ്ങൾ നിത്യവും വന്നിവിടെ തൊഴാറുണ്ട്? ഒന്ന് കൈ വെക്കാൻ പറഞ്ഞാൽ പെട്ടുപോകും. അപൂർവം 1-2 പേര് കൈ പൊക്കും. അത് തിരിയിടാൻ വേണ്ടിയിട്ട് കൈ പൊക്കിയേക്കുന്നതാണ്. അതുകൊണ്ട് അതല്ല, അദ്ദേഹം ഇവിടുത്തെ സ്ഥിരം ആളാണല്ലോ. എന്നാലും പുറകിൽ ഒരാളെങ്കിലും കൈ ഉയർത്തി. നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ നിത്യവും ഈ ഭഗവാനെ വന്നൊന്ന് ദർശിക്കൂ. ഒരാളോടെങ്കിലും നിങ്ങൾ വിളിച്ചു പറയൂ, നിങ്ങളെ മകളെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന സ്ഥലത്ത്, അതുപോലെ
മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന വീടിൻ്റെ ഭാഗത്ത് അവരോടൊക്കെ, അതെ, ഞങ്ങളുടെ ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ പ്രശ്നം തീർത്തു തരും, നിങ്ങളൊന്ന് വന്ന് കാണൂ, നല്ല ശ്രേഷ്ഠന്മാരായ പൂജാരിമാരാണ് ഇവിടെ പൂജിക്കുന്നത്, അവർ മന്ത്രങ്ങളെല്ലാം ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഹോമങ്ങളും വഴിപാടുകളും പുഷ്പാഞ്ജലികളും എല്ലാം കഴിക്കും. ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളായ, ഈ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തകരും സർക്കാർ ആളുകളാണ്. എങ്കിലും അവരും, അതല്ലാതെ നാട്ടുകാരായ ഞങ്ങളുടെ ഒരു സമിതിയുണ്ട്, ഞങ്ങളും സപ്താഹത്തിന് വേണ്ടിയുള്ളൊരു സമിതി, ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ വരൂ, നമുക്കൊന്നിച്ച് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം, ഈ ക്ഷേത്രത്തിലേക്ക് ഒന്ന് വരൂ എന്ന് പറഞ്ഞാൽ അവർ വരികയും ചെയ്യും, അവരുടെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. വിളിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഇന്ന് പലർക്കും ഈശ്വരനെ കണ്ടെത്താൻ പോകാൻ പറ്റാതെ വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? അവിടെയുണ്ട് ഈശ്വരൻ, ഇവിടെയുണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞ് മതങ്ങളുടെ പിന്നാലെ മാറിപ്പോകുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് വഴിതെറ്റി എന്ന് കണ്ടാൽ അവരെ മർദ്ദിക്കാതെ, ക്രൂരമായി ശാസിക്കാതെ, സ്വന്തം തന്തയാണ് എന്നാലും ആ കൊച്ചിനെ തന്തയ്ക്ക് വിളിക്കും. അങ്ങനെ ഒന്നും ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹത്തോടെ മോനൊന്ന് പോയി അല്ലെങ്കിൽ മോളൊന്ന് പോയി ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ പെൺകുട്ടികളൊക്കെ ഒരുപാട് പേര് വഴിതെറ്റി പോകുന്നവരാണ്. അപ്പോൾ അവരൊക്കെ തിരിച്ചു വരാൻ നമ്മുടെ ഭഗവാനെ കൊണ്ട് സാധിപ്പിക്കണം. ഗോപികമാരുടെ ഗോപാലനാണ് ഭഗവാൻ. അതുപോലെ ഈ ക്ഷേത്രം ധർമ്മരക്ഷയ്ക്കും രാഷ്ട്രരക്ഷയ്ക്കും ഗോരക്ഷയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഭഗവാൻ തന്നെ നേരിട്ട് സാന്നിധ്യമരുളി, അങ്ങനല്ലേ, ഭഗവാന്റെ തന്നെ അല്ലേ സാന്നിധ്യത്താൽ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അത് ഈ ദേശത്തിൻ്റെ ഒരു ക്ഷേത്രം തന്നെ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന നിങ്ങളോട് എനിക്ക് അസൂയയാണ്. കാരണം നിങ്ങളുടെ മാത്രമല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഈ പരിസരത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിനൊക്കെ ഞാൻ വന്നാൽ തീർച്ചയായും ഒരു ദിവസം മുമ്പേ എത്തി ഭഗവാനെ ഒന്നും കൂടി ഒന്ന് വന്ന് കാണാൻ ഞാൻ ശ്രമിക്കും. കാരണം എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ ക്ഷേത്രം. അതുകൊണ്ട് എൻ്റെ ശബ്ദത്തെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒന്ന്, ധർമ്മരക്ഷ നമ്മൾ മറക്കരുത്, രാഷ്ട്രരക്ഷ മറക്കരുത്, ഗോരക്ഷ മറക്കരുത്. ഗോരക്ഷ എന്നാൽ പശുവിനെ സംരക്ഷിക്കുക എന്നത് മാത്രമല്ല, നമ്മളെ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരാളെയും നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നമ്മളെ ആശ്രയിക്കുന്ന മൃഗജാലങ്ങൾ, പക്ഷിമൃഗാദികൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതാണ് ഗോരക്ഷ. അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഗോരക്ഷയിൽ പെടുന്ന മറ്റൊരു സത്യമുണ്ട്, ആചാരനിഷ്ഠകളെ പാലിക്കുക എന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ദീപാരാധനയ്ക്കുള്ള സമയമൊക്കെയായി ഞാൻ ചുരുക്കുകയാണ്. ആചാര അനുഷ്ഠാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പാലിക്കണം. നിത്യവും വീട്ടിൽ വിളക്ക് കത്തിക്കാൻ നിങ്ങളൊരു മടി കാണിക്കരുത്. നിത്യവും കുളിക്കുന്നവരൊക്കെ ഉണ്ടാവും, നിത്യവും ഭക്ഷണം കഴിക്കുന്നവരും ഉണ്ടാവും, മറ്റു കൃത്യങ്ങളെല്ലാം ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ നിത്യവും വിളക്ക് കത്തിക്കാനും ഈശ്വരനാമം വീട്ടിൽ ജപിക്കാനും നിങ്ങൾ ശ്രമിക്കണം. ഒരു ചെറിയ 30 രൂപയ്ക്ക് 80 രൂപയ്ക്കൊക്കെ ഗുരുവായൂരൊക്കെ മേടിക്കാൻ കിട്ടും. രാമ 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 രാമ, അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ, ഓം നമഃ ശിവായ ഓം നമഃ ശിവായ, ഗായത്രി മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അത് മേടിച്ച് ചൊല്ലിക്കൊടുത്താൽ, അത് വെച്ച് ഇങ്ങനെ തൃപ്തിപ്പെടുത്തിയാൽ ഭഗവാൻ അത് കേട്ട് സന്തോഷിച്ചിരിക്കും. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചാൽ ഭഗവാൻ അത് ഉണ്ടാക്കിയ കമ്പനിക്കാരെ അനുഗ്രഹിക്കും. കാരണം നിങ്ങളുടെ വായിൽ നിന്നല്ലല്ലോ അത് കേട്ടത്. പക്ഷേ അങ്ങനെയുള്ളതിൽ നിന്ന് ശബ്ദം കേൾപ്പിക്കാതെ നിങ്ങൾ തന്നെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ
പാത്രം കഴുകുമ്പോൾ, തുണി അലക്കുമ്പോൾ, അടിച്ചു വാരുമ്പോൾ ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലാം, നാമം ജപിക്കാം, സഹസ്രനാമം ചൊല്ലാം. അതിങ്ങനെ ഓരോന്ന് ചൊല്ലി വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവരും വീട്ടിൽ ആചാരാനുഷ്ഠാനങ്ങളും നിഷ്ഠകളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മുടെ ഹൈന്ദവ സമാജം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം മറ്റു മതങ്ങളുടെ ആക്രമണമോ നമ്മുടെ മതപരിവർത്തനമോ ഒന്നുമല്ല. നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി അത് പഠിപ്പിക്കാൻ നമ്മുടെ ആചാര്യന്മാരും ഗുരുക്കന്മാരും നമുക്കില്ലാതെ പോയി എന്നത് തന്നെയാണ്. ഈ ദേശത്ത് ആർക്കെങ്കിലുമൊക്കെ സന്യാസം സ്വീകരിച്ച് സന്യാസധർമ്മത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ ഇതായി വീഡിയോ എടുക്കുന്ന നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തോടൊന്ന് പറഞ്ഞാൽ മതി, അദ്ദേഹം എന്നെ വിളിക്കും. സംസ്ഥാന സന്യാസ സഭയുടെ രക്ഷാധികാരി എന്ന നിലയിൽ മക്കളെ കുടുംബകാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് സന്യാസ ധർമ്മത്തിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്യാസം നൽകി ഈ ദേശത്തെ ഒരു സന്യാസിയാക്കി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, നിങ്ങൾക്ക് ആവട്ടെ. അതിനുവേണ്ടി സന്യാസം സ്വീകരിച്ച് ആശ്രമത്തിൽ വന്ന് താമസിക്കണമെന്നൊന്നുമില്ല. തൻ്റെ ഗൃഹത്തിൽ തന്നെ സന്യാസിയായി നിന്നുകൊണ്ട് ജീവിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതൊക്കെ കലിയുഗത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാവണം. സന്യാസിമാരില്ലാത്തതും ധർമ്മ ആചാര്യന്മാരില്ലാത്തതുമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഇന്നത്തെ ഈ അപചയത്തിന് കാരണമെന്ന് എല്ലാവരും മനസ്സിലാക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാനിവിടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പഞ്ചമുഖ രുദ്രാക്ഷമുണ്ട്. 5 മുഖ രുദ്രാക്ഷമാണ്, അത് നിങ്ങൾക്ക് തരാം. ആ രുദ്രാക്ഷം പ്രായഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ധരിക്കാം. കാരണം കാലാഗ്നി രുദ്രനാണ് ആ രുദ്രാക്ഷം. ഭഗവാൻ മഹാവിഷ്ണു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ശിവഭഗവാന്റെ കണ്ണിൽ നിന്ന് വടന്നു വീണ ആ രുദ്രാക്ഷങ്ങൾ അത് ഹിമാലയത്തിലെ പർവ്വതസാരക്കളിൽ മഞ്ഞിൽ നിന്ന് പെറുക്കിയെടുത്ത് അവിടെ നിന്ന് സംസ്കരിച്ച് അവിടെ വെച്ച് ലക്ഷക്കണക്കിന് തവണ നാരായണ മന്ത്രവും ഗായത്രി മന്ത്രവും പഞ്ചാക്ഷരി മന്ത്രവും എല്ലാം ജപിച്ച് കൊണ്ടുവന്ന ഇതാണ്.